ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗേസ്, ഇന്ന് നമ്മൾ രാവിലെ വർക്കിന് വന്നിട്ടുണ്ട് പതിവ് പോലെ. ഗേസ്, നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഗേസ് നമ്മുടെ ഹബ്ബിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കന്നഡയിൽ വീഡിയോ എടുത്തിട്ട് അതുപോലെ നമ്മുടെ യൂട്യൂബിലെ വ്ളോഗൊക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് MG കാർ തരുമെന്ന്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ കന്നഡയിൽ വീഡിയോയും ചെയ്തു. അതേപോലെ ആ വീഡിയോയ്ക്ക് ഒരു 1000-ന് മുകളിൽ വ്യൂവേഴ്സ് ആവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്ന് അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കന്നഡയിൽ വീഡിയോ ചെയ്തു, അത് 1000 വ്യൂവേഴ്സായി. അതേപോലെ നമ്മുടെ മലയാളത്തിലെ വീഡിയോ ഒക്കെ ഹിറ്റാണ്. നമ്മുടെ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് MG കാർ തന്നൂടെ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ അത്രയും അവരുടെ അടുത്ത് ചോദിച്ചിട്ട് MG കാർ ചോദിച്ചപ്പോൾ അവരെനിക്ക് എന്താ ഇന്ന് തന്നതെന്ന് അറിയോ ഗേസ്? നിങ്ങൾക്ക് കാണണോ? MG കാർ തന്നു ഗേസ്. എന്നിട്ടുള്ളൊരു കാറ് നോക്കൂ ഗൈസ്, സംഭവം സെറ്റായിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ MG കാർ കിട്ടിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. ഇവിടെ MG കാറും അതേപോലെ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ, ഇടുക്കിയിൽ പുള്ളിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അതേപോലെ എനിക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു വണ്ടി ഇതാണ്. ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹബ്ബിൽ. നമ്മൾ റെഫർ ചെയ്ത് വന്നിട്ടുള്ള ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥയെന്ന്. പുള്ളി അതിൻ്റെ തിരുപ്പുണ്ടോ? ഇറങ്ങിയോ? എങ്ങനെയുണ്ട്? ബ്ലൂസ്മാർട്ടിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാണ്. അടിപൊളിയാണ്. യെസ്. ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? ഓട്ടം കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നാട്ടിൽ നിന്ന് വന്നപ്പം വിചാരിച്ച പോലെയൊക്കെ ഉണ്ടോ സംഭവം? അതിലും ഡബിളായിട്ട് തോന്നുന്നു. ആഴ്ചയിൽ കഴിഞ്ഞ വീക്ക് എനിക്കൊരു 8 രൂപ സംതിങ്. അല്ലാതെ വർക്ക് സ്ട്രെസ് സുഖിക്കുമല്ലേ? സുഖിക്കുമല്ലേ? നീ എൻ്റെ ഈ കോലം കേട്ട് തോന്നുന്നുണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുമെന്ന്? അല്ലല്ലോ, ദാറ്റ്സ് എ റീസൺ. സമ്മതിക്ക്. ചോദിക്കട്ടെ? ചോദിക്കൂ. പിന്നെ PG ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ PG-ല്ലേ? നമ്മുടെ PG കുഴപ്പമില്ല, നല്ല ഫുഡാണ്. നല്ല അവർ ഫാമിലി ആയിട്ട് നടന്ന PG ആയിട്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്. താമസം സുഖം. പിന്നെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അല്ലേ. പിന്നെ ബാംഗ്ലൂർ ട്രാഫിക്ക് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ? ട്രാഫിക്ക് ഓടിച്ച് പഠിച്ചവർക്ക് ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ടൈം വരുന്നവർ ഇച്ചിരി കഷ്ടപ്പെടും. നിങ്ങളുടെ നാട്ടിൽ ലോറിയും ബസ്സും ഒക്കെ ഓടിച്ച് നടന്നതല്ലേ, അപ്പോൾ അതാണോ ടാസ്ക്? അതോ ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ കാറ് ട്രാഫിക്കിൽ ഓടിക്കുന്നതാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ സുഖം. ഇതാ സുഖം. എടാ, ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ, അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഗ്ലാസ് താത്തണ്ട. അപ്പോൾ നിങ്ങൾ പുതിയ ആളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഈ സിട്രോൺ ഒക്കെ അവർ സെറ്റായിട്ട് വന്നോ? ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഡ്രൈവിംഗ് കൾച്ചർ എന്താണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അവർ നല്ല വണ്ടി മാത്രമേ ഇപ്പം എനിക്ക് തരുന്നുള്ളൂ. അപ്പം നമ്മൾ വർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? 100% സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഹാപ്പി. നമ്മുടെ വീഡിയോ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ബ്ലൂസ്മാർട്ടിൽ ഡ്രൈവർ പാർട്ട്ണർ കമ്പനി. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഫ്ലൈറ്റ് ഇതേണ്ട ഇവിടെ പോയി. ഇവിടെ ഫുള്ള് യുദ്ധവിമാനം വരും അല്ലേ? ഇവിടെ അപ്പുറത്തെ ഇവിടുത്തെ പഴയ എയർപോർട്ട് ഉണ്ട്, ബാംഗ്ലൂരിലെ പഴയ എയർപോർട്ട്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാറിയാ. അപ്പൊ നോർമൽ ഫ്ലൈറ്റിന്റെ സർവീസും അതേപോലെ നമ്മുടെ കുറെ യുദ്ധവിമാനങ്ങളും പിന്നെ കാർഗോ ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും ഇതിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം ഗൈസ്. MG കിട്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടുന്ന് ഒരു പ്രസ്റ്റീജ് ഗ്രൂപ്പിൽ നിന്ന് നടത്തിയിട്ട് HSR-ലേക്കുള്ളൊരു ട്രിപ്പാണ്. എന്താണെങ്കിലും ഫസ്റ്റ് ട്രിപ്പായിട്ട് നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. പിന്നെ ഈ വണ്ടി കിട്ടിയുള്ളൊരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് ഇതിൽ ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ഡെബിറ്റ് നമുക്ക് കിട്ടും. മറ്റേ ആണെങ്കിൽ ചെറിയ ഡെബിറ്റ് ആയിരിക്കും. അപ്പം ഇതിൽ ഇടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു ടെൻഷൻ. അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ് ഗേസ്. അങ്ങനെ നമ്മുടെ പാസഞ്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഗേസ്, വാത്തൂർ. ഗേസ്, നമ്മുടെ ഈ വണ്ടി കുറച്ച് വിഷയമാണ് ഗേസ്. ഈ വണ്ടിയുടെ നമ്മുടെ ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന പോലെ ഇടുമ്പം ഇതിൻ്റെ വൈപ്പറാണ് ഗേസ് വർക്ക് ചെയ്യല്. അതാണൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ പാസഞ്ചർ കയറുമ്പോൾ തന്നെ നൈസായിട്ട് പറഞ്ഞേക്കാം, ഈ സംഭവം ആദ്യമായിട്ട് ഓടിക്കണത്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ AC-യും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു സ്ക്രീനിലാണ് അതിൻ്റെ പരിപാടികൾ. നമ്മളതൊക്കെ ഒന്ന് നൈസായിട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ. അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഈ വണ്ടിയായിട്ട് ഇങ്ങനെ വന്ന് സംഭവം പവർ വണ്ടി കേട്ടോ. ഞാനിന്ന് ആദ്യം എക്കോ മോഡിലിട്ട് ഓടിച്ചത്, അപ്പോൾ തന്നെ നല്ല പവർ. പിന്നെ ഞാൻ വെറുതെ നല്ല സ്ട്രൈറ്റ് റോഡ് കിട്ടിയപ്പോൾ ഒന്ന് സ്പോർട്സ് മോഡാക്കി നോക്കി. വണ്ടി പറക്കുന്ന ഗേസ്, ജിമിട്ട് സാധനം ഗേസ്. ഇതിൽ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്കാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാസഞ്ചർ എടുക്കാൻ വന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ വാത്തൂരുള്ള അപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ നോർമലി ഇവിടെ മിക്കവാറും വിരലുള്ളതാണ്. പക്ഷേ നേരത്തെ നമ്മൾ വരുമ്പോഴൊക്കെ നമ്മുടെ ടാറ്റയിലോ അല്ലെങ്കിൽ സിട്രോണിലാണ്. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ MG-യിൽ വരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് MG കിട്ടുന്നത്. ഫസ്റ്റ് MG-യിൽ കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്.
ഗൈസ് അങ്ങനെ MG കാർ കിട്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് നമുക്കൊരു പ്രസ്റ്റീജ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു ഗൈസ്. ഹോസ്പിറ്റലിൽ പുള്ളി ഡോക്ടറായിരുന്നു നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന പാസഞ്ചർ കയറിയപ്പോൾ തന്നെ ഞാൻ പുള്ളിയെടുത്ത് ആദ്യം നൈസ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നൈസ് കമ്പനിയായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ ഇതേപോലെ ആദ്യമായിട്ടാണ് ഓടിക്കണത്, അതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് വേറെ സൈഡാണ്, അതേപോലെ AC-യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. അങ്ങനെ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നോ ഇഷ്യൂ. സംഭവം ഇംഗ്ലീഷിലാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഇവിടെ പാസഞ്ചറുടെ അടുത്ത് നേരത്തെ ഞാൻ മിണ്ടായിരിക്കുമായിരുന്നു ഗൈസ്. മിണ്ടായിരുന്നിട്ട് നമ്മൾ കാര്യമില്ല. അവർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒന്നും മിണ്ടില്ല കേട്ടോ, അവരങ്ങനെ തന്നെ നൈസായിട്ടിരിക്കുകയുള്ളൂ. നമ്മൾ അടിച്ച് കയറി മിണ്ടിക്കണം. നമ്മൾ മിണ്ടിക്കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകും, അതേപോലെ തന്നെ അവർക്കൊരു ബോറടി ഉണ്ടാവില്ല. ഒരു പാസഞ്ചർ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ സംസാരിക്കുള്ളൂ, അവർക്കൊരു ബോറടി ഉണ്ടാവില്ല, നമുക്കൊരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ മിണ്ടിയില്ലെങ്കിൽ നമുക്കൊരുമാതിരി ശ്വാസം മുട്ടിയിരിക്കണം ഗൈസ്, അതൊരു സുഖമില്ല. നമ്മളൊരുമാതിരി അവരുടെ ഡ്രൈവറായ ഫീലാണ്. ഡ്രൈവറാണ് അത് വേറെ കാര്യം, എന്നാലും അങ്ങനെ ഒരു ഫീൽ വരില്ലല്ലോ, എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അവരെ കൊണ്ടാക്കിയിട്ട് ഇപ്പം നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫുഡ് നമ്മൾ കഴിക്കണ ഇവിടെ ഒരു ഉടുപ്പി കിച്ചണിൽ നിന്ന് കഴിക്കാൻ ഗൈസ്. അവിടുന്ന് നല്ല ഉടുപ്പി കിച്ചണിലെ കോഫി നല്ല ജിമിട്ട് സാധനം. അവിടുത്തെ കോഫിയാണ് എനിക്കിഷ്ടം, അവിടുത്തെ ഫുഡ് എനിക്ക് വലിയ പിടുത്തില്ല. അവിടുത്തെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒറിജിനൽ കോഫിയാണ്. നമ്മുടെ മറ്റേ ബ്രൂ പൊടി ഇടുമല്ലോ, അവരൊരു ലിക്വിഡ് പോലൊരു കോഫിയുടെ ഒരു സാധനം ഉണ്ട്, അതിനെന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ, അത് വെച്ചിട്ടുണ്ടാക്കുന്ന കോഫിയാണ്. അതപ്പോൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡാക്കിയിട്ട് നല്ല ടയർഡുണ്ട് ഗൈസ്. ഉറക്കം വരുന്നില്ല, രാവിലെ കഴിക്കഴിഞ്ഞുകൊണ്ടൊരു ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ പോയി കഴിച്ച് ഒന്നുകൂടായിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ കാറ് നമ്മളിവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് അപ്പുറത്താണ് ഗൈസ് ഹോട്ടൽ. ഇത് പാർക്കിംഗ് ആണ് ഗൈസ്, ബാംഗ്ലൂർ അടങ്ങാറ്. നമ്മൾ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുന്നത് വലിയ പാടാണ്. ഇതിപ്പോൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ. അല്ല നമ്മളവിടെ പാർക്ക് ചെയ്താൽ കുഴപ്പമില്ല. അവർ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഇവിടെ നമ്മൾ റോങ് ആയിട്ട് പാർക്ക് ചെയ്താൽ ടയറിലൊരു സാമാനം വെച്ച് ലോക്ക് ചെയ്തിട്ടങ്ങ് പോകും. പിന്നെ 500 രൂപ കൊടുത്താലേ അത് അഴിച്ചു തരുള്ളൂ. ഇവിടെ അത് മെയിൻലി MG റോഡ് ആ ഒരു ഏരിയയിലാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ ഇല്ലെന്ന് തോന്നണം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ അതാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ബെസബലി ബാത്ത് എന്ന് പറയുന്ന ഒരു ഫുഡാണ് കേട്ടോ. ഇത് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. സംഭവം അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. അതേപോലെ ഒരു കോഫിയും. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ ഇതായത് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഹോട്ടൽ. നമ്മളപ്പോൾ ഇവിടെ സ്റ്റാൻഡിങ് ആണ്, ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഗൈസ്. ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഫുള്ളാണ്. നമ്മൾ സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇടത്തെ കൈ വെച്ച് കഴിക്കണം ഗൈസ്, വലത്ത് കയ്യിലെ ഫോണാണ്. അപ്പോൾ നമ്മളിത് കഴിച്ചു നോക്കാൻ പോകണം. കൊള്ളാം ഗൈസ്, സംഭവങ്ങളാണ്. കോഫി നോക്കട്ടെ. കോഫി നല്ല കയ്പുണ്ട് കേട്ടോ. നല്ല കയ്പുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉറക്കം പോകുന്നത്. അപ്പോൾ എനിക്ക് കയ്പുള്ളതാണ് ഇഷ്ടം, അത് മതി. മറ്റേതാണെങ്കിൽ സുഖമില്ല, ഉറക്കം പോകില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തിയിട്ട് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. നെക്സ്റ്റ് ട്രിപ്പ് ഇതുവരെ ആയിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് എവിടെയാണ് നിന്നാൽ അപ്പോൾ കൂടുതൽ ട്രിപ്പ് കിട്ടാമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അതൊരു ഒരാഴ്ചയൊക്കെ എടുക്കും അത് നാക്കായി വരണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല വെയിലുണ്ട്. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും നല്ല തണലുള്ള മരത്തിൻ്റെ ചോട്ടിലോട്ടേക്ക് മാറണം ഗൈസ്. അവിടെ കുറച്ച് ട്രിപ്പ് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ പയ്യെ ഇവിടുന്ന് നമുക്ക് പടിയാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ നമ്മൾ വണ്ടി ഏതായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോർമംഗലം അടുത്തുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ വണ്ടി അങ്ങനെ സൈഡാക്കിയത്. നമ്മുടെ വണ്ടിയുടെ നമ്പർ എങ്ങനെ ഉണ്ട് ഗൈസ്. പക്ഷേ ഈ വണ്ടിയുടെ കീ ഇതാണ് കേട്ടോ. ഇതിലെന്തിനാണ് ഇവരൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അറിഞ്ഞൂടാ. എന്നാണല്ലേ കീ ഇതാണ്. കീ ലോക്ക് ചെയ്യുക, തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ ഇവിടെ കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കീ ഉണ്ടെങ്കിൽ ക്ലിക്കാക്കിയാൽ മതി, സംഭവം റെഡി ആക്കിക്കോളും. പിന്നെ ഗൈസ് ഇതിനിങ്ങനെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ. ഗൈസ് പിന്നെ ഈ വണ്ടിയിലൊരു സംഭവം ഉണ്ടായി. ഈ വണ്ടിയിൽ ഞാൻ രാവിലെ അന്ന് നല്ല മ്യൂസിക് ആക്കാമെന്ന് പറഞ്ഞ് മ്യൂസിക് ആക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ മാത്രമുള്ള സ്പീക്കർ, ബാക്കി എല്ലാ സ്പീക്കറും കാലിയായി ഗൈസ്. ഇവിടുന്ന് മറ്റേ നമ്മുടെ ഒരു ചെറിയ സൗണ്ട് വരത്തില്ലേ, അതിൻ്റെ അകത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എത്ര സൗണ്ട് വരുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാമല്ലോ. ഈ വലിയ സ്പീക്കറിൻ്റെ അകത്തൊന്നും സ്പീക്കർ ഇല്ലാത്തതാണോ അതോ സെറ്റിങ്സ് മാറിക്കിടക്കുന്നതാണോ എന്ന് ഞാൻ അതിൻ്റെ അകത്ത് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ സ്പീക്കർ കണ്ടില്ല. പുതിയ വണ്ടി ആയതുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. പുതിയ വണ്ടി ആയതുകൊണ്ട് ഇവരെന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് മാറ്റം. ഈ വണ്ടിയുടെ സീറ്റ് ആക്ച്വലി ഇതല്ല ബ്ലാക്ക് കളറായിരുന്നു. ഇത് നമ്മളിപ്പം ബ്ലൂ സ്മാർട്ടുകാർ ചെയ്തിട്ടുള്ളൊരു സീറ്റ് കവറാണിത്. സംഭവം അങ്ങനെ ഉണ്ട് ഗൈസ്. വണ്ടിക്ക് സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു അവസ്ഥ, ഇൻറ്റീരിയർ. അപ്പോൾ നമ്മളിന്ന് കുറേ സിറ്റി കിടന്ന് കറങ്ങി നോക്കി ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മൾ ഓട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് സിറ്റിയിലിട്ട് കുറേ കറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് റീബാലൻസിങ് ആയിട്ട് ബെലണ്ടൂർക്ക് വന്നു. അവിടെ പോയിട്ടും വന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ MG കാറിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മളെന്ത് തീരുമാനം എടുത്തു, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു രക്ഷയില്ലേ, ഓട്ടോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ക്ഷമിക്കും. എന്നിട്ടും നമ്മൾ ഓട്ടം കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു ഗൈസ്. നമ്മളിപ്പോൾ എന്താണെങ്കിലും എയർപോർട്ടിൽ കാലിയടിച്ച് പോകുന്ന വെച്ചോ. ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഇപ്പോൾ ഒരു പാതി വഴിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ.
നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മളിവിടെ സൈഡ് പാർക്കാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ഉള്ള എയർപോർട്ടിന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ച്. ഇവിടെ ഒരു കേരള ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷേ നല്ല ഫുഡാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഹോട്ടൽ, ഈ ഹോട്ടലിലെ ചേട്ടൻ ഇതാണ്. വന്നു ഗേസ്, ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഈ പുള്ളിയാ. താങ്ക് യു ഗേസ്. നല്ല ബിരിയാണി, നല്ല ചിക്കൻ കറി ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ചിക്കൻ കറി അല്ല, ബിരിയാണി അടിപൊളിയാണ് ഗേസ്. അപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡ് എയർപോർട്ട് റോഡ് വരുവാണെങ്കിൽ മയൂര ബേക്കറിയുടെ ഫ്രണ്ടിലും ഗേസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിറങ്ങി നല്ല ബിരിയാണി ആയിരുന്നു ഗേസ്. നമുക്ക് നാട്ടിലെ പോലത്തെ എന്തെങ്കിലും ഫുഡ് എയർപോർട്ടിലൊക്കെ ഇവിടെ വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വരിക. നമുക്ക് നാട്ടിലെ മീൻവറുത്ത് ഊണും ആ സംഭവം കാര്യങ്ങളും എല്ലാം കിട്ടും ഗേസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് വിടാൻ പോവാണ് ഗേസ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളതാണ്. ഓൾറെഡി നമ്മളിപ്പോൾ എയർപോർട്ട് സിറ്റിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഗേസ് നോർമലി ഞാനിവിടെ എല്ലാ ദിവസവും സിട്രോണിലാണ് വന്നെടുക്കുന്നത്. ഇന്നിപ്പം ഈ വണ്ടി നമ്മളിങ്ങനെ കഴിച്ചിട്ട് വന്ന് ഇത്തറുമ്പോൾ ഒരുമാതിരി ഞാൻ റിച്ചായി ഫീലുണ്ട് ഗേസ്. ആഹാ അന്തസ് ഗേസ്. അപ്പോൾ നമ്മൾ ടെർമിനൽ റോഡ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ ഗേസ് എയർപോർട്ടിലേക്ക്. ഇവിടുന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇന്ന് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ 1 പോയി ആളെ എടുക്കാൻ. ഈ MGയുടെ പ്രീമിയം കാറുകൾക്ക് നമുക്ക് P7 പോയിട്ട് നമ്മുടെ നോർമൽ കാറിനെ പോലെ P7 പോയിട്ട് എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഉണ്ട് ഗേസ്. നമ്മൾ നോർമൽ ക്ലാസിക് കാർസ് ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കണം. അതായത് നമ്മൾ പ്രീമിയം കാറ്റഗറി വരുന്ന കാറാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ടെർമിനൽ 2 ടെർമിനൽ 1 പോയിട്ട് ആളെ എടുക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പം ഈ പകൽ സമയത്ത് കൂടുതലും മൂവ്മെൻറ്റ് വരുന്നത് ടെർമിനൽ 1 അപ്പോൾ നമ്മൾ ഇന്ന് ടെർമിനൽ 1 പോകാനുള്ളൊരു പ്ലാനിലാണ്. ഓ ഗൈസ്, ആ ഒരു ബോർഡ് കണ്ടില്ലേ, അമ്പോ പോളി സാധനം ഗൈസ്. ഇവിടെ ഇല്ലേ അടുത്ത 15-ാം തീയതിയോ ഫെബ്രുവരി 15-നോ 16-നോ ഫെബ്രുവരി 15-നാന്ന് തോന്നുന്നു ഗൈസ്, ഒരു എയറോ ഷോ നടക്കുന്നുണ്ട് നമ്മുടെ എലഹങ്കയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ് അവിടെ കാണുന്നത്. അതെന്തോ ഭയങ്കര കിടിലം പരിപാടിയാണ്. അത് എന്താണെങ്കിലും നമ്മൾ രാവിലെ ഒരു ഓട്ടോ ഓടിയിട്ടുള്ളൂ. എന്നിട്ട് ഇപ്പം ഇങ്ങനെ കാലിയടിച്ച് വന്നതാണ്. ഇന്നിനിപ്പോൾ ആ പാസഞ്ചറെ കൊണ്ടിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യാം നമുക്ക് MG ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഗൈസ് നല്ല ചൂടുണ്ട്. AC ഇടാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ നമ്മൾ ടെർമിനൽ 1 പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ടില്ല ഗൈസ്. അവിടെ കയറ്റോ ഇല്ലെന്ന് തന്നെ അറിഞ്ഞൂടാ. അവിടെ ചെല്ലുമ്പോൾ അറിയാം കണ്ടം വഴി ഓടിക്കോ ഇല്ലെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് മൂവ്മെൻറ്റ് ഉണ്ടെന്നാണ് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടത്. ഓ ഗൈസ്, അധികം വണ്ടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. സെക്യൂരിറ്റി അതിന് എന്ത് പറയുമോ എന്തോ. എവിടുന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ MG കാലി അടിച്ചോടെ വരാൻ പാടുണ്ടോ പാടില്ലെന്ന് അറിഞ്ഞൂടാ. ഓ ഗൈസ് ഒന്നും ചോദിച്ചില്ല കേട്ടോ ഗൈസ്. MGക്ക് മാത്രം ക്യൂ ഉണ്ട്. നോർമൽ ക്ലാസിക് കാറൊന്നുമില്ല. MG കിടപ്പുണ്ട് ഗൈസ് സെറ്റ്. നമ്മുടെ വണ്ടി നമ്മളുകൊണ്ട് ക്യൂവിലിട്ടിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ വണ്ടി മൂവാക്കി ഇടണം. അത് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് ഗേസ്. സാധാരണ ഇവിടെ ഇങ്ങനെ ക്ലാസിക്കിൻ്റെ ക്യൂ ആണ് കാണൽ. പ്രീമിയം കാറിൻ്റെ ക്യൂ അങ്ങനെ അധികം കാണൽ കുറവാണ് ഗേസ്. നമ്മുടെ ഗതികേട് നോക്കണേ. നമ്മൾ കറക്റ്റ് വണ്ടി എടുത്തപ്പം ആണ്ട കിടക്കുന്നു ക്യൂ MGക്ക് മാത്രം. മറ്റേ വണ്ടിയൊക്കെ വരുന്നു ആളെ എടുത്ത് പോകുന്നു. എന്താ അവസ്ഥ അല്ലേ? ഓ ഗൈസ്, എന്നാലും കുഴപ്പമില്ല. P7 ഇതിൽ കിടക്കണ്ട, കുറച്ച് പെട്ടെന്ന് മൂവ് ആകാതിരിക്കും. എന്താണേലും നോക്കാം ഗൈസ്. സംഭവം എന്താണേലും ഒന്ന് മൂവാക്കി ഇടട്ടെ. നമ്മുടെ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പീക്കർ വരുന്നില്ല ഗൈസ്. ഇതിൽ ആ ഒരു ട്യൂട്ടറിൽ നിന്നുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലാതെ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ഇല്ല. ഞാൻ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹബ്ബിലുള്ള MG ഓടിക്കുന്ന ചേട്ടന്മാരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ഹബ് എന്താട്ടോ MG എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് വർക്കായതുണ്ടോ? അമ്പട ചിഞ്ചിഞ്ചാക്കടി. അതല്ല അതൊന്നും ഇതെങ്ങനെ ഇത് നിർത്തി വെക്കുന്നത് അവിടെ മിണ്ടായിരി. ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതും മറന്നുപോയല്ലോ. സ്പീക്കറില്ലാത്ത കാര്യം. അതിൻ്റെ മോള് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹബ്ബിലുള്ള 4 വണ്ടിക്ക് സ്പീക്കർ വരുന്നില്ല ഗൈസ്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലും ചിലപ്പോൾ പുതിയ വണ്ടിയാണ്, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് അവർ അഴിച്ചു വെച്ചിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ ഫ്യൂച്ചറിൽ തിരിച്ചു വെക്കില്ലെന്നൊന്നും അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമ്മൾ സിട്രോണിൽ വരുമ്പോൾ പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് വരുന്നതായിരുന്നു. ഇതിപ്പോൾ MG എടുത്തിട്ട് പാട്ടില്ലാതെ നമ്മൾ ചില്ലായിട്ട് വന്നത് കുഴപ്പമില്ല. നമുക്ക് വ്ളോഗൊക്കെ എടുത്ത് അങ്ങനെ നൈസ് മൂഡായിട്ട് പോവാം. അപ്പം നമ്മളിനിയും പാസഞ്ചറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. ക്യൂ കുറച്ച് നേരമായിട്ട് പെയ്യാണ് മൂവ് ആകുന്നത്. ഇപ്പോൾ സമയം കുറച്ചായിട്ടുണ്ട് ഗൈസ്. അവിടെയും മറ്റേ ക്ലാസ്സിക്കും വന്നു തുടങ്ങി കേട്ടോ അത്യാവശ്യം. നമ്മൾ ഫൈനലി നമ്മുടെ ടെർമിനൽ 1 പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പ്രീമിയം കാറിന്. ഇനിയിപ്പോൾ അടുത്ത പാസഞ്ചർ നമ്മുടെ വണ്ടിയിലാണ് ഗൈസ്. നമ്മുടെ ക്ലാസിക് കാറിനെ പോലെ ഇത് പെട്ടെന്ന് മൂവ് ആകത്തില്ല. ഒരു ക്ലാസിക് കാർ ഒരു 5 എണ്ണം പോകുമ്പോഴായിരിക്കും നമ്മുടെ പ്രീമിയം ഒരു 1 എണ്ണം മൂവ് ആകുന്നത്. അങ്ങനെ കേട്ടോ ഇവിടുത്തെ സിസ്റ്റം. ഇവിടെയാണ് നമ്മുടെ പാസഞ്ചേഴ്സ് അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അവർ ബ്ലൂ സ്മാർട്ട് ക്യാബ് സർവീസ് എന്ന് പറഞ്ഞ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. അതേപോലെ അപ്പുറത്ത് ഓലയുടെയും ഊബറിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മുടെ പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ ഇനി പാസഞ്ചർ കയറുന്നു, ഞാൻ പാസഞ്ചർ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത് എയർപോർട്ടിൽ നിന്ന് ഒരു മൾട്ടി സ്റ്റോപ്പ് വരുന്നു കേട്ടോ. 4 പേരുണ്ടായിരുന്നു. 4 പേരെ നമുക്ക് 4 സ്പോട്ടിലായിട്ട് ഇറക്കണമായിരുന്നു. അങ്ങനെ അവരെ ലാസ്റ്റ് ഡ്രോപ്പ് MG റോഡിലായിരുന്നു. MG റോഡിൽ പാസഞ്ചറെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് വൈറ്റ് ഫീൽഡിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഹബ്ബ് എടുക്കാനായിട്ടുണ്ട്. ഇന്നങ്ങോട്ട് സെറ്റായിട്ട് ഓടാൻ പറ്റിയില്ല ഗൈസ്. MG കിട്ടി കഴിഞ്ഞാൽ എത്ര ഒന്നും ഓടിയാൽ പോരാ. MG ആണെങ്കിൽ തകർത്തോടണമായിരുന്നു.
പക്ഷേങ്കിൽ നമുക്ക് ഇന്നാണ് ഇത് ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയി. ഇനി അടുത്ത ദിവസം തൊട്ട് നമുക്ക് പടയ്ക്കാൻ കേസ്. സംഭവം ഈ വണ്ടിക്ക് സെറ്റിങ്സിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേസ്. ഇന്നിടയ്ക്ക് ഇതിന് നമ്മുടെ നോർമൽ വണ്ടിയിൽ വൈപ്പർ വരുന്നിടത്താണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, മറ്റേ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ വരുന്നിടത്ത് വൈപ്പറും. അത് കാരണം നമ്മൾ ഇന്ന് ഇടയ്ക്ക് നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരില്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് ലൈറ്റ് അടിച്ച് കാണിക്കുമല്ലോ. ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ദാ വരുന്നു വൈപ്പറിൽ നിന്ന് വെള്ളം ചീറ്റി വരുന്നു പണ്ടാരണങ്ങൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സെറ്റായി. രാവിലെ കിട്ടിയൊരു പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം ഞാൻ ഹബ്ബിലെത്തിയിട്ടാണ് ഗൈസ്. ഒരു ബാംഗ്ലൂർ മലയാളിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ടാസ്ക് തരാം. ഈ സ്ഥലം, ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ അതാണ് കേട്ടോ, അതാണ് ക്ലൂ. വേണമെങ്കിൽ ഒരു ക്ലൂവും കൂടെ തരാം. താഴത്തൂടെ റോഡുണ്ട്, മേളിലൂടെ യൂട്ടേൺ ഉണ്ട്, സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഗേസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹബ്ബിലെത്തിയിട്ടുണ്ട്. ഇന്ന് നൈസായിട്ട് കുറച്ചൊന്ന് ടയർഡായി ഗേസ്. ഹബ്ബിലെത്തിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഫാസ്റ്റ് ചാർജിനാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ചാർജ് ചെയ്തിട്ടുണ്ട് ഗേസ്. ചാർജിങ് ഓൺ ആക്കിയിട്ടില്ല, അതെൻ്റെ സ്കാൻ വർക്ക് ആകുന്നില്ല ഗേസ്. ഇനി അവിടെ ചെന്നിട്ട് അവരുടെ ഒരു ATM കാർഡ് പോലത്തെ ഒരു സാമാനമുണ്ട്, അത് മേടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഇതിലാക്കുമ്പോഴത്തേക്കും വണ്ടി ചാർജ് ആയിക്കോളും. അപ്പം നമ്മളിപ്പോൾ ചാർജ് അയച്ച് കീ കൊടുത്തിട്ട് വീട്ടിൽ പോകണം കേസ്. അപ്പോൾ സംഭവം ഞാൻ കാണിച്ചു. നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ നോർമലി ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടോ കേട്ടോ ചാർജ് ചെയ്യാമല്ലോ. പിന്നെ ഇവിടെയും സ്കാൻ ചെയ്യാൻ പറ്റും. അത് വർക്കാകുന്നില്ല കേസ്, അതെന്തോ എറർ വന്നു. അപ്പം ഇവിടെ ATM കാർഡ് പോലൊരു സാധനം അവിടെ ഉണ്ട്. ആ സാധനം ഇവിടെ കൊണ്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം ചാർജ് ആയിക്കോളും കേസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് കേസ്. പിന്നെ എനിക്ക് ഈ വണ്ടി തോന്നിയിട്ടുണ്ടല്ലോ, വണ്ടിയൊക്കെ സെറ്റപ്പ് ആയി, അടിപൊളി വണ്ടിയാണ്. ഞാൻ ഓടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ക്വാളിറ്റി കുറവായിട്ട് തോന്നിയിട്ടുള്ളൊരു പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു സാധനം ഒരു ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ സാധനം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പല വണ്ടിയിലും ഈ ഒരു ക്യാപ്പ് ഇല്ല. ഈ ഒരു ക്യാപ്പ് ഇല്ലാതെ അവിടെ ഇങ്ങനെ തുറന്നിട്ടായിരിക്കും പോകും. അതില്ലെങ്കിൽ ഒരു വൃത്തികേടാണ് കേസ്. പിന്നെ നമ്മുടെ വണ്ടി നമ്മളെല്ലാം സെറ്റപ്പായിട്ട് കൊണ്ടിട്ട് കേസ്. ഈ വണ്ടിയിലുള്ളൊരു റിസ്ക് ഫാക്ടർ, നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിലും ഇതിൽ അത്യാവശ്യം ഡെബിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിൽ നമ്മൾ കൊണ്ട് തട്ടിച്ച് കഴിഞ്ഞാൽ 14,000 രൂപ ഡെബിറ്റ് ചെയ്യുമെങ്കിൽ ഇതിൽ 10,000 രൂപയ്ക്ക് ആയിരിക്കും മിനിമം ഡെബിറ്റ് ചെയ്യൽ. അതാണ് നമ്മളൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുക, അത്രേ ഉള്ളൂ. അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ കീ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.